PTM ഗോപാലിക എന്ന അറബി അധ്യാപിക ഈ മാസം 31-ന് വിരമിക്കും. ഗോപാലിക ടീച്ചർ അറബി പഠിപ്പിച്ചതിനെ ഒരു വിഭാഗം എതിർത്തിരുന്നു. ഒരു കാലത്ത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത അധ്യാപികയാണ് സർവീസിൽ നിന്ന് പടിയിറങ്ങുന്നത്. പുതിയ ഭാഷയോടുള്ള കൗതുകമാണ് ഗോപാലിക അന്തർജനമെന്ന കുന്നംകുളത്തുകാരി അറബി പഠിച്ചതിന് കാരണം. 1982-ൽ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുള്ളി CMLP എയ്ഡഡ് സ്കൂളിൽ അറബി അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ 6 ദിവസത്തിനു ശേഷം സംഭവിച്ചതിങ്ങനെ. വർക്ക് ചെയ്ത 6-ാം ദിവസം ചെന്നപ്പോഴാണ് മാനേജർ പറയണത്, അല്ല ഹെഡ് മാസ്റ്റർ പറഞ്ഞു മാനേജറെ കണ്ടിട്ട് വന്നാൽ മതിയോ. അങ്ങനെ മാനേജറെ അടുത്ത് പോയി, മാനേജർ വീട് അവിടെ അടുത്ത് തന്നെയാണ്, അവിടെ പോയി കണ്ടു. അപ്പോൾ പറഞ്ഞു ടീച്ചറെ അന്തർജനായ കാരണം അറബി പഠിപ്പിക്കാൻ നാട്ടുകാർ കുട്ടികളെ വിടില്ല, ടീച്ചർ വരണ്ടാവും. അപ്പോൾ ഞങ്ങൾ പിന്നെ വരണ്ടാവുന്ന പിന്നെ അവിടെ ഇതില്ല, ഗവൺമെന്റ് മാനേജ്മെന്റ് സ്കൂളല്ലേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. വിഷയം മാധ്യമങ്ങളും വിവിധ യുവജന സംഘടനകളും ഏറ്റെടുത്തു. സർക്കാർ ഗോപാലിക ടീച്ചർക്ക് ജോലി നൽകണമെന്ന് പാർലമെന്റിൽ വരെ ആവശ്യമുയർന്നു. അവസാനം 1989-ൽ തിരുവാലി സർക്കാർ LP സ്കൂളിൽ ഗോപാലിക ടീച്ചർക്ക് സർക്കാർ ജോലി നൽകി. അറബി ഭാഷയെ ഒരുപാട് സ്നേഹിക്കുന്ന ഗോപാലിക ടീച്ചർ 29 വർഷത്തെ സേവനത്തിന് ശേഷം ഈ മാസം 31-ന് വിരമിക്കുമ്പോൾ പ്രിയ വിദ്യാർത്ഥികളും വലിയ വിഷമത്തിലാണ്. ഞങ്ങളെ 5 കൊല്ലം പഠിപ്പിച്ച ടീച്ചറാണ്, നല്ല ടീച്ചറാണ്. പോകുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. ജാതിയുടെ പേരിൽ ജോലി നഷ്ടപ്പെട്ട സംഭവവും അതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളും ചരിത്രത്തിന്റെ ഭാഗമായി. മീഡിയ 1 മലപ്പുറം.